ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ദൈവഭയത്തിൽ പാപം ചെയ്യാതിരിക്കുക ദൈവസാന്നിധ്യം ദൈവഭയത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ്. ശത്രു ഉയർത്തുന്ന പ്രലോഭനങ്ങൾ വീണ് പാപം ചെയ്യുന്ന പ്രവണതകളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. മനസ്സാന്നിധ്യവും ദൈവിക സാന്നിധ്യബോധവും നഷ്ടപ്പെടുത്താതെ ശാന്തരായിരിക്കുമ്പോഴാണ് കിടക്കമേൽ മൗനമായിരിക്കുവാൻ കഴിയുന്നത്. കിടക്ക ഉറക്കത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, ദൈവത്തോട് ധ്യാനത്തിൽ മൗനമായി ആശയവിനിമയം നടത്തുന്ന ഇടം കൂടിയാണ്. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും കിടക്ക ധാരാത്മകമായി തീരുമ്പോൾ ദൈവിക ഉണ്മ തൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിച്ച് പ്രതിസന്ധികളുടെ മധ്യത്തിലും തൻ്റെ സമാധാനം സൂക്ഷിച്ച് സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കും. പ്രശ്നങ്ങളില്ലാതെ ആകുന്നതുകൊണ്ടല്ല, ദൈവിക സാന്നിധ്യബോധം ഉള്ളതുകൊണ്ടാണ് ഉറക്കം സാധ്യമാകുന്നത്. മനസ്സിൻ്റെ ചിന്തകളെ ദൈവബന്ധത്തിൽ കടിഞ്ഞാണിട്ട് ക്രിയാത്മകമാകുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളിൽ കിടക്കമേൽ നിന്നെ ധ്യാനിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.